ഇനി നമുക്ക് ഒരു ശകടയുടെ വാർത്തയിലേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലുള്ള MLA ഓഫീസിന് ശ്രീലേഖയും വട്ടിയൂർക്കാവിൻ്റെ MLA VK പ്രശാന്തും നേർക്കുനേർ പോരെ. ശാസ്തമംഗലത്തെ MLA ഓഫീസ് പെട്ടെന്ന് ഒഴിയണം എന്ന് VK പ്രശാന്തിനോട് കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടു. മാർച്ച് വരെ തനിക്ക് വാടക കരാറുണ്ട്, തൽക്കാലം ഒഴിയുന്നില്ല എന്ന് VK പ്രശാന്തിൻ്റെ മറുപടി. പിന്നെ പോരെ പൂരം. ശാസ്തമംഗലത്ത് നിന്ന് MG പ്രതീക്ഷിച്ചിരുന്നു. ഈ MLAയുടെ ഈ ഓഫീസ് റൂമിൻ്റെ മുന്നിൽ നിന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീക്ഷേ, MLA കൗൺസിലർ പോര് കടുക്കുമോ ഒടുക്കമാകുമോ? SKN, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം പിടിച്ചതിന് പിന്നാലെ തന്നെ ചില പരിഷ്കാരങ്ങളൊക്കെ തുടങ്ങി. അതിന്റെ ആദ്യ പടിയായാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ MLA ഓഫീസ് ഒഴിയണമെന്ന് ഈ ശാസ്തമംഗലം വാർഡിന്റെ കൗൺസിലർ കൂടിയായ ആർ ശ്രീലേഖ അറിയിച്ചിട്ടുള്ളത്. VK പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചാണ് ശ്രീലേഖ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇത് ഈ ശാസ്തമംഗലത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസാണ്. ഈ ഓഫീസിന്റെ താഴത്തെ നിലയിലാണ് ശാസ്തമംഗലം വാർഡ് കൗൺസിലറുടെ ഓഫീസും VK പ്രശാന്ത് MLAയുടെ ഓഫീസും പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഈ ഓഫീസ് ഒരുമിച്ച് തന്നെയാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. അന്നൊന്നും തന്നെ ഇത്തരത്തിൽ ഈ ഓഫീസ് മാറണമെന്നോ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. കാരണം ഈ കഴിഞ്ഞ തവണ ഈ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് ഇടത് മുന്നണിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഇടപെടലൊന്നും തന്നെ ഈ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ കോർപ്പറേഷനിൽ BJP ഭരണത്തിൽ എത്തിയതോടുകൂടിയാണ് ഈ കൗൺസിലറായ ആർ ശ്രീലേഖ VK പ്രശാന്തിനെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. തന്റെ ഓഫീസ് കൂടുതൽ വിപുലപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ശ്രീലേഖ പ്രശാന്തിനെ അറിയിച്ചത്. പക്ഷേ ഒരു നിമിഷം, VK പ്രശാന്ത് MLA ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേർന്നു. ഗുഡ് മോർണിംഗ് ശ്രീ VK പ്രശാന്ത്. അപ്പോൾ താങ്കൾക്ക് മാർച്ച് വരെ ഈ ഇവിടെ തുടരാനുള്ള വാടക കാലാവധി ഉണ്ട് എന്ന് താങ്കൾ പറയുന്നു. എന്താണ് അതിന്റെ സത്യാവസ്ഥ? അല്ല, ഇത് കഴിഞ്ഞ 7 വർഷമായിട്ട് MLA ഓഫീസ് ഈ നഗരസഭയുടെ ഓഫീസിലെ ഒരു മുറിയിലാണ് വാടകയ്ക്ക് പ്രവർത്തിക്കുന്നത്. ഇന്നലെയാണ് പുതിയ കൗൺസിലർ വിളിച്ചിട്ട് ശ്രീലേഖ IPS വിളിച്ച് ഈ ഓഫീസ് ഒഴിയണം, നിലവിലെ കൗൺസിലറുടെ ഓഫീസ് സൗകര്യം കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറേണ്ടതുണ്ട്, അതുകൊണ്ട് ഒഴിയണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. താങ്കൾ വിശ്വസിക്കുന്നത് എന്താണ്? ഇവരുടെ ഈ ആവശ്യത്തിൽ ന്യായമുണ്ടോ? അല്ല, അത് സ്വാഭാവികമായിട്ടും നഗരസഭാ സെക്രട്ടറിയും കൗൺസിലിനുമാണ് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പോ ഒരാളെ മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നഗരസഭാ സെക്രട്ടറി വഴി നോട്ടീസ് നൽകി അല്ലെങ്കിൽ കൗൺസിൽ തീരുമാനം ഈ വാടക കരാർ റദ്ദ് ചെയ്യാനും ഒക്കെ തീരുമാനിച്ച് നടപടിക്രമങ്ങൾ പാലിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ്. താങ്കൾ എന്താ മറുപടി പറഞ്ഞത് ചോദിച്ചപ്പോ? അല്ലേ, ഞങ്ങളുടെ ടേം കഴിയുന്നത് വരെ ഒഴിയാൻ സന്നദ്ധമല്ല, ആ സമയത്ത് അത് ആലോചിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ സംഭാഷണം അവസാനിപ്പിച്ചത്. അപ്പോ ടെൻഷൻ ആക്കിയോ? നമുക്ക് എന്താ ടെൻഷൻ? ഇതല്ലെങ്കിൽ വേറെ ഓഫീസ് കിട്ടും. പക്ഷെ അതൊരു ന്യായമായ കാര്യമല്ല. അല്ല, അതിൽ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ BJP കൗൺസിലർ ഉൾപ്പെടെ നേരത്തെ CPMന്റെ കൗൺസിലർ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന ഓഫീസാണ് ഇപ്പോ പുതിയ ആൾക്ക് സൗകര്യമില്ല എന്ന് പറയുന്നത്. അപ്പോ ഒരു രാഷ്ട്രീയ മര്യാദ അക്കാര്യത്തിൽ കാണിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിരുന്നു താങ്കൾ. മേയർ ബ്രോ ആയിട്ട് കുറെ കാലം ഇരുന്ന ആളാണ്. അപ്പോൾ താങ്കളോട് തന്നെ ഇങ്ങനെ ഒരു കൗൺസിലർ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് കോർപ്പറേഷൻ സെക്രട്ടറിയൊക്കെ അവിടെ ഉള്ള സ്ഥിതിക്ക് അവരെ ആവശ്യപ്പെടേണ്ട ഒരു കാര്യം കൗൺസിലർ തന്നെ നേരിട്ട് ആവശ്യപ്പെടുന്നത് ഒരു മര്യാദയായില്ല എന്നാണോ താങ്കളുടെ ഒരു അഭിപ്രായം പൊതുവെ? തീർച്ചയായിട്ടും മുൻ മേയറായിരുന്ന ആളാണ്. മാത്രമല്ല, ഈ കെട്ടിടം കല്ലിട്ടതും ഉദ്ഘാടനം നിർവഹിച്ചതും ഒക്കെ ഞാനാണ്. പക്ഷെ അത് പറയുന്നില്ല. പക്ഷെ അതൊരു നേരിട്ട് ആവശ്യപ്പെടുന്നതിന് പകരം കോർപ്പറേഷൻ സെക്രട്ടറിയോ ആ നിലയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാന്യമര്യാദ എല്ലാവരോടും കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഭരണം അവർക്ക് കിട്ടിയിരിക്കുന്ന ആളുകളെല്ലാം ഈ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കരുത്, ഇവിടെ പ്രവർത്തിക്കേണ്ടതില്ല എന്നൊരു നിലപാടെടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെയും കാഴ്ചപ്പാട്. പ്രശാന്ത്, ഇനി ഇൻകേസ് എങ്ങാനും ഇപ്പോൾ ഭരണമൊക്കെ മാറി VV രാജേഷ് മേയറായി, പുതിയ സാഹചര്യം, അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇൻകേസ് കോർപ്പറേഷൻ സെക്രട്ടറിയോ മേയറോ ആവശ്യപ്പെടുകയാണ് താങ്കൾ വെക്കേറ്റ് ചെയ്യണം, ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ താങ്കളുടെ നിലപാട് എന്തായിരിക്കും? അല്ല, തീർച്ചയായിട്ടും വാടകയ്ക്കിരുന്ന ആളിന് അവിടെ ഉടമസ്ഥാവകാശമില്ലല്ലോ, അത് ഒഴിയുക തന്നെ ചെയ്യും. ഓക്കെ. മാത്രമല്ല ഈ കാര്യത്തിൽ താങ്കളിത് ഗൗരവമായി എടുത്തിട്ടുണ്ടോ, അതോ ഇതൊരു ചെറിയൊരു രാഷ്ട്രീയ അലോസരം മാത്രമേ താങ്കൾ എടുത്തിട്ടുള്ളൂ? എങ്ങനെയാണ് അതിൻ്റെ ഒരു നിലപാട്? എങ്ങനെയാണ് MLAയുടെ? അല്ല, അതൊരു രാഷ്ട്രീയ മര്യാദയല്ല കാണിച്ചതെന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. കാരണം അതിന് വാടക കരാറിന്റെ കാലാവധിയെ സംബന്ധിച്ച് മനസ്സിലാക്കണമായിരുന്നു.
കോർപ്പറേഷൻ കൗൺസിലിൽ ആ വാടക കരാർ റദ്ദാക്കണം. ഒരുപാട് നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് വന്ന ഒരു ഫോൺ ആവശ്യമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും ഒരു സാമാന്യ മര്യാദ ആ കാര്യത്തിൽ കാണിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് എനിക്കുള്ളത്. പ്രശാന്ത്, ഒരു കാര്യം കൂടി, ഈ ഒഫീഷ്യലി ഒരു കരാർ താങ്കളുടെ കയ്യിലുണ്ടോ? ഒരു വാടക കരാർ താങ്കളുടെ കയ്യിലുണ്ടോ? വാടക കരാറല്ല ഇത്. നമ്മളിങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നഗരസഭ കൗൺസിലിൽ വെച്ച് ഈ റൂം ആ കൗൺസിൽ തീരുമാനത്തിന്റെ പകർപ്പ് കോർപ്പറേഷനിൽ നിന്നും വിവരാവശ്യം മുഖാന്തരം എടുക്കാൻ കഴിയും. അപ്പൊ ഇൻ കേസ് എങ്ങാനും കോർപ്പറേഷൻ ആവശ്യപ്പെട്ട് ഒഴിഞ്ഞു പോകേണ്ടി വന്നാൽ എങ്ങോട്ടായിരിക്കും വി കെ പ്രശാന്തിന്റെ മാറ്റം? ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും ആ സമയത്ത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതല്ലെങ്കിൽ വേറൊരു കെട്ടിടം, നമ്മൾ വാടകയ്ക്കാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റൊരു കെട്ടിടം കിട്ടുമെങ്കിൽ അങ്ങോട്ട് പോകും. പക്ഷേ സുഗമമായി മുന്നോട്ട് മാറ്റണം എന്നുള്ള നിർബന്ധ ബുദ്ധി ശരിയാണോ എന്നുള്ളത് പൊതുസമൂഹം ചിന്തിക്കും. പ്രശ്നം ഇന്നും വാടകക്കാരന്റെ ഒരു ദുരന്തമായത്. ആൾക്കാർ ഒന്ന് പെട്ടെന്ന് ഒഴിയാൻ ആവശ്യപ്പെടും. ഇതൊരു കൗൺസിലർ ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട്. എന്തായാലും വി കെ പ്രശാന്ത് എം.എൽ.എ. ആണ് നമുക്കൊപ്പം സംസാരിച്ച് ശാസ്ത്രമംഗലത്തെ വാടകക്കെട്ടിൽ നിന്ന് താങ്കൾ ഒഴിഞ്ഞു പോകണം എന്ന് കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെടുകയായിരുന്നു. അതിനെ തുടർന്നാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.